ഒരു തെറ്റ് പറ്റിപ്പോയാൽ പലരും പറയുന്ന ഒരു വാക്യപ്രകാരമാണ്, ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു, പെട്ടെന്ന് പറ്റിപ്പോയതാ, ഞാനിത് ആഗ്രഹിച്ചതല്ല, പെട്ടെന്ന് ഞാനിത് ചെയ്തു പോയി. എന്താണ് ഇങ്ങനെ പെട്ടെന്ന് തെറ്റ് പറ്റിപ്പോകുവാൻ അല്ലെങ്കിൽ വീഴ്ച പറ്റിപ്പോകുവാൻ, പാപം ചെയ്തു പോകുവാൻ കാരണമാകുന്നത്? വിശുദ്ധ വേദപുസ്തകം ഇതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുകയാണ്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്ക് ആകുന്നു. പ്രിയ ദൈവജനമേ, നാം ആഗ്രഹിക്കുന്നില്ലെങ്കിലും എന്തുകൊണ്ടാ പാപം ചെയ്യുന്നതെന്നറിയാവോ? പാപം ഏറ്റവും അടുത്ത് നമ്മുടെ വാതിൽക്കൽ കിടക്കുകയാണ്. അത് മാത്രമല്ല, ആ പാപത്തിന് നമ്മോടൊരു ആഗ്രഹവുമുണ്ട്. നാം ആഗ്രഹിച്ചില്ലേലും പാപം ചെയ്തു പോകുന്നതിന് കാരണം പാപം നമ്മെ ആഗ്രഹിച്ച് വാതിൽക്കൽ തന്നെ കിടപ്പുണ്ട്. പാപം ഏറ്റവും നിയറസ്റ്റ് കിടക്കുക, അതുപോലെ നന്മ എന്ന് പറയുന്നത് ഏറ്റവും അകന്നു നിൽക്കുക. ഹല്ലേലൂയ. നോക്കിയേ, ഒരു നല്ല പ്രവൃത്തി ചെയ്യണമെങ്കിൽ 10 പ്രാവശ്യം നമ്മൾ ആലോചിക്കും, 100 പേരോട് അഭിപ്രായം ചോദിക്കും, എങ്കിലും 100 നല്ല പ്രവൃത്തിയിൽ ഒന്നുപോലും നമ്മൾ ചെയ്യത്തില്ല. എന്നാൽ ഒരു പാപപ്രവൃത്തി, ഒരു തെറ്റായ പ്രവൃത്തി നാം ഒരു വട്ടം പോലും അതിനെക്കുറിച്ച് ആലോചിക്കത്തുമില്ല, ആരോടും അഭിപ്രായവും ചോദിക്കത്തില്ല. നമ്മുടെ മുന്നിൽ വരുന്ന ആ പ്രവൃത്തികൾ തൽക്ഷണം നമ്മൾ ചെയ്യുന്നു. എന്തുകൊണ്ടാ ചെയ്യുന്നതെന്ന വേദപുസ്തകം പഠിപ്പിക്കുന്നത്? പാപം അത് ഏറ്റവും അടുത്ത് കിടക്കുകയാ, അത് നമ്മെ ആഗ്രഹിച്ചുകൊണ്ട് കിടക്കുക. പ്രിയ ദൈവജനമേ, ആ പാപത്തെ ജയിപ്പാൻ തക്കവണ്ണം ഈ നാളുകളിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിനായി കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.